നാളികേരം ഹിന്ദുവാണ്, ഖജൂർ മുസൽമാൻ ബൻ ഗയാ. ഈത്തപ്പഴം മുസ്ലിം. ഇതെങ്ങനെ വന്നു? ഈത്തപ്പഴം മുസ്ലിമാണെന്ന് അറിയില്ല, പശുവിന് ഞാൻ ഹിന്ദുവാണെന്ന് അറിയില്ല, ആടിന് ഞാൻ മുസ്ലിമാണെന്നറിയോ, ഇതൊന്നുമില്ല. പക്ഷെ ഇന്ന് എല്ലാ സമൂഹത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവികൾക്കും ഭക്ഷണങ്ങൾക്കും വരെ മതമുള്ള കാലമാണ്. മതമുള്ള കാലം എന്നുള്ളതിനേക്കാൾ ഈ ചാപ്പ കൊടുക്കുന്ന കാലമാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സമൂഹത്തിൽ ഈ വിദ്വേഷവും വെറുപ്പും എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് ബാധ്യതയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഡെമോക്രസി, ജനാധിപത്യം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നല്ല ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്താണ് വാട്ട് ഈസ് ഡെമോക്രസി ഈസ് ഓൾ അബൌട്ട്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ ഭരണഘടനാ ഡിബേറ്റിൽ ആദ്യമായി ശ്രീമാൻ അംബേദ്കർ ജനാധിപത്യത്തെ വിശദീകരിക്കുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് റെസ്പെക്ട് ആൻഡ് റെവറൻസ് ടുവേർഡ്സ് ദ ഫെലോ സിറ്റിസൺ എന്നാണ്. ഡെമോക്രസി എന്നാൽ റെവറൻസ് ആൻഡ് റെസ്പെക്ട്, ബഹുമാനവും ആദരവും. ആരോട്? ടുവേർഡ്സ് ദ ഫെലോ സിറ്റിസൺ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മനുഷ്യനോട് നിങ്ങൾക്ക് ആദരവും ബഹുമാനവും കൊടുക്കാൻ പറ്റുന്ന അന്തരീക്ഷം. നിങ്ങളൊരു ബസ്സിൽ കയറുന്നു, നിങ്ങളൊരു റോഡിൽ, ഷോപ്പിൽ കയറും, നിങ്ങൾ ജീവിതത്തിന്റെ ഏത് മേഖലകളിലേക്കും പോകട്ടെ, നിങ്ങൾ പരിചിതനേക്കാൾ കൂടുതൽ അപരിചിതരായ മനുഷ്യരോടൊപ്പമാണ് ജീവിക്കുന്നത്, അല്ലെ? വീട്ടിൽ ഉമ്മയും ബാപ്പയും നമ്മളുടെ സുഹൃത്തുക്കളും മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ ഒരു ലോകമാണ്. ഈ ലോകത്തുള്ള എല്ലാവരും എന്നെ ആക്രമിക്കാൻ നിൽക്കുന്നവരാണെന്നുള്ളൊരു തോന്നൽ പടച്ചു വിട്ടുകൊണ്ട് ലോകത്ത് സാമ്രാജ്യത്വ ശക്തികൾ, അതുപോലെ തന്നെ പുതിയ കാലത്ത് ഫാസിസ്റ്റുകൾ മനുഷ്യർ തമ്മിലുള്ള ഈ അപരിചിതവും അറിവില്ലായ്മയും മുതലെടുത്തുകൊണ്ട് ഏറ്റവും സുന്ദരമായ മനുഷ്യത്വങ്ങളെ വിദ്വേഷത്തിന്റെയും അകൽച്ചയുടെയും കാരണമാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു സംഭവം പറയാം. നിങ്ങൾ പെഹ്ലു ഖാൻ എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടോ? കേട്ടിട്ടുണ്ടോ? പെഹ്ലു ഖാൻ ഇന്ത്യയില് പശുവിന്റെ പേരിൽ അടിച്ചു കൊല്ലപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു പെഹ്ലു ഖാൻ. 2018 അഖ്ലാഖ് പെഹ്ലു ഖാൻ. ഈ പെഹ്ലു ഖാന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ഹരിയാനയിൽ നൂഹ് ജില്ലയിലാണ്, ശിക്ര എന്ന് പറയുന്ന പ്രദേശമാണ് ഈ പെഹ്ലു ഖാന്റെ വീട്. രാജസ്ഥാനിലെ അൽവറിൽ നിന്ന് ക്ഷീര കർഷകനായ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലെ 2-3 പശുക്കളെ പകരം വിറ്റ് അതിന് പുകളെ വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയാണ്. രാജസ്ഥാൻ അതിർത്തിയിൽ വെച്ച് അൽവറിൽ വെച്ച് ഗോരക്ഷകൾ അദ്ദേഹത്തെ അടിച്ചടിച്ച് കൊല്ലടിച്ചു. അതായത് 2 ദിവസം ICUവിൽ കിടന്നിട്ടാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ ഞാൻ സംസാരിക്കണം, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മകനോട് സംസാരിക്കണം എന്ന അർത്ഥത്തിൽ ഞാനും ഞങ്ങളുടെ സുഹൃത്തുക്കളും അന്ന് നൂഹിൽ പോയിരുന്നു, ഹരിയാനയിൽ. ഇദ്ദേഹത്തിന്റെ മകൻ ഇർഷാദ് ഞങ്ങൾ കണ്ടു. ഇർഷാദിനോട് ഞങ്ങൾ സംസാരിച്ചു, എന്താണ് പറ്റിയത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ലോറി തടഞ്ഞു വെച്ച് ആളുകളുടെ അടിയങ്ങൾ തുടങ്ങി. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, ഞാനും ബാപ്പയും ഡ്രൈവറായ ഞങ്ങളുടെ അയൽവാസി. ഞങ്ങൾക്ക് 3 പേർക്ക് അടി കിട്ടി. എന്റെ വാപ്പ ഇതാ മരണപ്പെട്ടു. പക്ഷെ എന്റെ വാപ്പ മരണപ്പെട്ടതിനേക്കാൾ കൂടുതൽ എനിക്ക് ഷോക്കിംഗ് ആയ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് അടികെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ
ഞങ്ങളുടെ കഴിഞ്ഞ 10-20 കൊല്ലമായി ഞങ്ങളോടൊപ്പം തന്നെയുള്ള സുഹൃത്ത്, അവന് പറയേണ്ടി വന്നൊരു വാക്കാണ്, അടിക്കുന്ന ആളുകളോട് പറയേണ്ടി വന്നൊരു വാക്ക്. എന്താ പറയുന്നത്? ഞാൻ മുസ്ലിം അല്ല, അവന്റെ പേര് അർജുൻ എന്നാണ്, എന്റെ പേര് അർജുൻ എന്നാണ്, ഞാൻ ഹിന്ദുവാണ്, എന്നെ കല്ലാതെ വിടണം എന്ന് അവൻ പറയേണ്ടി വന്നു. അത്ര നിർബന്ധിതമായ അവസ്ഥ. അതായത് ഞങ്ങൾ മുസ്ലിമുകളായതിന്റെ പേരിൽ അടികൊള്ളുന്നു, ആ അടി കൂടി എനിക്ക് വരുന്നു, അതുകൊണ്ട് ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വരുന്ന ശേഷം അർജുൻ തന്നെ വന്ന് പറഞ്ഞു, ഒരു ഗതിയില്ലാതുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നതാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് വേറൊരു അർജുനന്റെ ചരിത്രം പറയാൻ ആഗ്രഹിക്കുന്നു. വേറൊരു അർജുൻ, നിങ്ങൾ അർജുന്റെ മനാഫിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ? ആ അർജുന മനാഫിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കൊല്ലത്ത് TKM എന്ന് പറയുന്ന ഒരു കോളേജുണ്ട്. TKM എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്. TKM കോളേജിൽ മറ്റൊരു അർജുൻ ഉണ്ടായിരുന്നു, മറ്റൊരു റിസ്വാൻ ഉണ്ടായിരുന്നു. രണ്ടുപേരും കണ്ണൂർ ജില്ലയിലായിരുന്നു. കൊല്ലത്തെ TKM കരിക്കോട് കോളേജിൽ പഠിക്കാൻ വേണ്ടി വന്നവരായിരുന്നു. അവിടെ വെച്ച് അവർ ഒരു വെക്കേഷനിൽ സുഹൃത്തുക്കൾ 4-5 പേർ ചേർന്ന് ഒരു പുഴയിൽ കുളിക്കാൻ പോകുന്നു. ആദ്യം ചാടുന്നത് റിസ്വാൻ ചാടി അവിടെ വീട് കിടന്നിരുന്ന, തലേ ദിവസം വീട് കിടന്നിരുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ അപ്പോഴും ഓഫാകാതെ കിടന്നിരുന്ന ഒരു വൈദ്യുത കമ്പി ലൈൻ, അതിൽ നിന്ന് ഷോക്ക് ഇട്ടിട്ട് നേരെ ചാടി 10 ചാടുന്ന ഈ കുട്ടിക്ക് ക്ഷണിക്കുക. അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും നമ്മളങ്ങനെ പിന്നെ ചാടാൻ പാടില്ല, അതിന്റെ നിയമവശം എന്ന് പറയാം. പക്ഷെ തന്റെ ആത്മസുഹൃത്തായ റിസ്വാനാണല്ലോ വെള്ളത്തിൽ എന്ന് കരുതി മറ്റുള്ളവർ തടഞ്ഞിട്ടു. നേരത്തെ ബുദ്ധിയല്ല വർക്ക് ചെയ്യുന്നത്, ഹൃദയം വർക്ക് ചെയ്യും. ചില സമയത്ത് ബുദ്ധിയേക്കാൾ കൂടുതൽ ഹൃദയം വർക്ക് ചെയ്യും. അടുത്ത സുഹൃത്തായ അർജുനും വെള്ളത്തിലേക്ക് ചാടി. രണ്ടുപേരും ഷോക്കേറ്റ് മരിച്ചുണ്ടാകും. ഒരു 1.5 കൊല്ലം മുമ്പ് ഒരു മാർച്ചിൽ നടന്ന സംഭവം ഞാൻ പറഞ്ഞത്. നമുക്ക് ചുറ്റും യഥാർത്ഥത്തിലുള്ളത് ഈ രണ്ടാമതുള്ള അർജുന്മാരാണ്. നമ്മളുടെ സൗഹൃദത്തിന്, നമ്മളുടെ അടുപ്പത്തിന്, നമ്മൾ തമ്മിലുള്ള പരസ്പര സഹകരണത്തിന് യഥാർത്ഥത്തിലുള്ള കാരണം എന്നുള്ളത് നമ്മൾ തമ്മിൽ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് ചേർന്ന് നിൽക്കുന്ന സഹജമായ നമ്മളുടെ അടുപ്പങ്ങളാണ്, ബന്ധങ്ങളാണ്. ഇതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടും റദ്ദാക്കിക്കൊണ്ടും നടക്കുന്ന ശ്രമങ്ങളെ മൗസിനിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ ഇന്ത്യ എന്നുള്ളത് അത്തരത്തിലൊരു പ്ലൂറൽ സൊസൈറ്റിയാണ്. ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പ്, തിരിച്ചറിവ് എന്നുള്ളത് വിദ്വേഷ ശക്തികൾക്കെതിരെയുള്ള നമ്മളുടെ കൂട്ടായ്മയോടും ഒപ്പം തന്നെ ചേർന്ന് നിൽക്കലോടും മാത്രം സാധ്യമാകുന്ന വലിയൊരു നേട്ടത്തിന്റെ പേരാണ്. മറ്റൊന്ന് നിങ്ങളോട് സൂചിപ്പിക്കാറുണ്ട്, ഞാൻ അവസാനിപ്പിക്കുന്നു. മുഖ്യ പ്രഭാഷണം എന്നൊക്കെയാണ് പേരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ ഒരു തിങ്ങി നടന്ന സദസ്സിൽ നിങ്ങളുടെ ബിരുദദാനം കാത്തു നിൽക്കുന്ന സമയം കുറെ സംസാരിക്കുന്നത് ശരിയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പണ്ട് ഒരു SSLCക്ക് തുല്യമായ ഒരു അവസ്ഥയിൽ ഇന്നത്തെ ബിരുദം എത്തിയിട്ടുണ്ട്. പണ്ട് SSLC പഠിക്കുന്ന കാലത്ത് ഞങ്ങളോട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 40 വയസ്സെത്തിയ ആൾക്കാരാണ്. അതായത് ഞങ്ങൾക്ക് മുമ്പുള്ള ജനറേഷനോട് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകും, ഒരു 10ാം ക്ലാസ് എങ്ങനെയെങ്കിലും ജയിക്കലാകും. ഞങ്ങളുടെ മാഷ് പറഞ്ഞിരുന്നത് 10ാം ക്ലാസ് ജയിച്ചാലാണോ ബസ് കണ്ടക്ടറെങ്കിലും ആകാൻ പറ്റുക എന്നാണ്. പക്ഷെ ഇന്ന് നിങ്ങളോട് പറയേണ്ടി വരുന്നത്, ആ 10ാം ക്ലാസിന്റെ അവസ്ഥയിലേക്ക് പുതിയ കാലത്തെ ഡിഗ്രിയും PGയും ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ ഡിഗ്രി എന്നുള്ളത് ജീവിതത്തിലെ ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിന് ശേഷം നിങ്ങൾക്ക് ഉയർച്ചയുടെ പടവുകളെ കുറിച്ച് സ്വപ്നമില്ലെങ്കിൽ, അടുത്ത അക്കാഡമിക് എക്സലൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണയില്ലെങ്കിൽ, പുതിയ കാലത്ത് ഡിസ്ട്രാക്ഷന്റെ കാലമാണ്. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അശ്രദ്ധ കാലമാണ്.
എക്സ്പ്ലോഷൻ ഓഫ് നോളജ്, അറിവിന്റെയും വിവരത്തിന്റെയും സ്ഫോടനം നടന്നു കഴിഞ്ഞ കാലത്താണ് മനുഷ്യർ അശ്രദ്ധരായത്. ഈ അശ്രദ്ധരായ കാലത്ത് നമുക്ക് അക്കാഡമിക് എക്സലൻസ് കുറയാൻ സാധ്യത. എല്ലാവർക്കും വിവരമുണ്ടാവും, സ്കില്ലുണ്ടാവും, പക്ഷെ എല്ലാവർക്കും ഈക്വൽ സ്കില്ലായിരിക്കും. എല്ലാ കാര്യങ്ങളെ കുറിച്ച് ധാരണയുണ്ട്. കാരണം എല്ലാവരും ബ്ലോഗും അതുപോലെ തന്നെ ലോകത്തിലെ കാഴ്ചകളൊക്കെ തൊട്ടടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ലോക വിവരം നന്നായിട്ടുണ്ടാകുന്ന കാലമാണ്. 10 വയസ്സുള്ള കുട്ടികൾ കൊറിയൻ ഭാഷ സംസാരിക്കുന്ന കാലമാണ്. പക്ഷേ നമ്മളുടെ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ചുള്ള കൃത്യമായ വിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാധാരണ ജോബിനെ പോലും നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണ്. ഞാനിത് പറയുന്നതിന്റെ ഒരു കാരണം, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾ റിസപ്ഷനിസ്റ്റ് പോസ്റ്റിന് പോകുന്ന കാലമാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു പേപ്പർ സപ്ലൈ ചെയ്യുന്നുണ്ടാവും, അവര് റിസപ്ഷനിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന കാലമാണ്. കാരണം അത്ര മത്സരമുള്ള കാലമാണ്. ഈ മത്സരമുള്ള കാലത്ത് പുതിയ കാലത്തെ മുദ്രാവാക്യം എക്സൽ ഓർ എക്സിറ്റ് എന്നാണ്. എക്സൽ ഓർ എക്സിറ്റ്. ഒന്നുകിൽ വളരെ ഉഷാറാവുക, അല്ലെങ്കിൽ എക്സിറ്റ്, നിങ്ങൾ പുറത്താവുക എന്നുള്ളതാണ്. അത്രമാത്രം വളരെ കോമ്പറ്റീറ്റീവായ ഒരു ജോബ് മാർക്കറ്റിലാണ് നമ്മളുള്ളത്. ആ ജോബ് മാർക്കറ്റിൽ നിലനിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കോമ്പറ്റീറ്റീവ്നെസ് നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം നിങ്ങളിലെ സംരംഭകർ ഉണരേണ്ടി വരും. നിങ്ങൾ സ്വയം നിലക്ക് ഓൺട്രപ്രണേഴ്സ് ആകേണ്ടി വരും. ആ ഓൺട്രപ്രണർഷിപ്പ് പോലും ഞാൻ കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ് കഴിഞ്ഞിരുന്ന കുട്ടികളുടെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തു. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളോട് ഒരു 100 പേരുള്ള ഒരു ക്യാമ്പാണ്. അവരിൽ ഇപ്പോൾ നമ്മൾ എത്ര പേർ അവർ സ്വയം ഒരു പോക്കറ്റ് മണി സമ്പാദിക്കുന്നെന്ന് ചോദിച്ചപ്പോൾ അവരിൽ 8 പേർ കൈ ഉയർത്തി എഴുന്നേറ്റ് നിന്ന് അവർ നടത്തുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. SSLC കഴിഞ്ഞ കുട്ടികൾക്ക് നടത്തിയ ക്യാമ്പാണ്. 8 പേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മാസം 10,000 രൂപയിൽ അധികം സമ്പാദിക്കുന്ന കുട്ടികളാണ്. അതായത് ഓൺട്രപ്രണർഷിപ്പ് സ്കില്ലുകൾ. പുതിയ കാലത്ത് ഏറ്റവും കൂടുതലായി നമ്മുടെ സംരംഭകത്വ ശീലത്തെ നമ്മൾ വളർത്തുകയും അതിനുള്ള ആവാസ വ്യവസ്ഥകൾ, എക്കോസിസ്റ്റം നമ്മൾ ബോധപൂർവം നമ്മളുടെ സമൂഹത്തിൽ ഒരുക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ശോഭനമായ ഒരു ഭാവി ആ നിലക്ക് തന്നെ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അതെന്റെ ആഗ്രഹം കൂടിയാണ്. അതേസമയം നിങ്ങളുടെ ഒരു പരിശ്രമം കൂടി അതിന് ആ നിലയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Thank you, sir, for that incredibly inspiring and thought-provoking keynote address. Next, to sincere express our appreciation, I request our CEO to present a small token of love to Dr. Nahaz Malasa. I welcome our respected CEO Muhammad Bashir sir to deliver a small token of love to Dr. Nahaz Malasa. Thank you, sir. Next,